തൗഹീദിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന അഭിപ്രായ വ്യത്യാസമാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും തൗഹീദിന്റെ നിർവചനം പുതുക്കി നിശ്ചയിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ 8 വിഭാഗവും ഇന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കും കുഫറും ആരോപിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് ഇതിന്റെ ശരിതെറ്റുകൾ പറയാൻ, ഈ ദൗത്യം നിർവഹിക്കാൻ ഇവിടെ മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു നാം തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് അവരാത്മീയമായി ഷണ്ഡീകരിക്കാൻ, അവരാത്മീയമായി തകർക്കാൻ, അവരാത്മീയമായ ചൈതന്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെല്ലാം വികലമായ ആശയങ്ങളാണ്, അതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ അത്തരത്തിലുള്ള നന്മയിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ വേണ്ടി ഈ ബിദഈ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചപ്പോ അക്കാലത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് കേവലം മുസ്ലിം സമുദായത്തിനകത്ത് മാത്രം ഉയർന്നു വന്ന ഒരാശയമല്ല. ഈ സമുദായത്തെ വിശ്വാസപരമായി തകർക്കാൻ, ഈ സമുദായത്തെ സാംസ്കാരികമായി തകർക്കാൻ, ഈ സമുദായത്തെ എല്ലാ അർത്ഥത്തിലും ഇല്ലായ്മ ചെയ്യാൻ, അവരുടെ വിശ്വാസം, അവരുടെ സ്വത്വം തകർത്ത് കളയാൻ ഇസ്ലാമിന് പുറത്തുള്ള, മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള ഏതോ പാശ്ചാത്യ ലോബികളെ പോലെയുള്ള വൃത്തികെട്ട മുസ്ലിം വിരുദ്ധ ശക്തികളാണ് ഈ ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിലെന്ന് അക്കാലത്ത് നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഈ ബിദഈ പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്ന് അതിനെന്താണ് ഈ ബിദഈ പ്രസ്ഥാനത്തിന്റെ അക്കാലത്തെ നേതാക്കൾ പറഞ്ഞത്? ലോകം തിരിയാത്ത മുസ്ലിയാക്കന്മാർ, പഴഞ്ചന്മാർ, പിന്തിരിപ്പന്മാർ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാനത്തെ കുറിച്ച് ധാരണയില്ലാത്തവർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? എന്താ പിൽക്കാലത്ത് സംഭവിച്ചത്? ഈ അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരത്തിനെതിരെ, സമുദായത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ജീർണതക്കെതിരെ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇവിടെ ആ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ചത് ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു പോലെയുള്ള ആളുകളെയാണ്. അവരുടെ അപകടകരമായ ആശയങ്ങൾ പരിഭാഷപ്പെടുത്തി അത് പ്രസംഗങ്ങളിലൂടെയും ക്ലാസുകളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും വ്യാപകമായി കേരളത്തിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ച് അവരാണ് ഇവിടെ ഈ അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അതിനവലംബമാക്കിയത് ഈ പറയപ്പെട്ട ആളുകളെയായിരുന്നു. എന്താ പിൽക്കാലത്ത് സംഭവിച്ചത്? 2002 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേരളത്തിലെ പ്രമുഖനായ മുജാഹിദ് മൗലവി MI മുഹമ്മദ് സുല്ലമി, ഗൾഫ് സലഫിസവും കേരളത്തിലെ ഇസ്ലാഹി